ഫ്രീ ആയിട്ട് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ. സോ ഏതൊരു ചെറിയ ബിസിനസ്സിനും വലിയ ബിസിനസ്സിനും ഒരുപോലെ ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബിസിനസ് പ്രൊഫൈൽ യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലീഡ് ജനറേറ്റിംഗ് മെഷീൻ എന്ന് പറയാം. ഈ ബിസിനസ് പ്രൊഫൈലിൻ്റെ അകത്ത് നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ അഥവാ നമ്മുടെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഈ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന യൂസേഴ്സിന് നമ്മുടെ നമ്പർ കാണുക, അതുവഴി അവർ കോൾ ചെയ്യും, അവർ നമ്മുടെ ലീഡ് ആവാനുള്ള പോസിബിലിറ്റീസും ഹൈ ആണ്. അതുവഴി നമുക്ക് ഒരുപാട് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ബിസിനസ് പ്രൊഫൈലിൻ്റെ അകത്ത് നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ പുറത്ത് വിസിബിൾ ആവാനുള്ള ടൈം അധികം എടുക്കും, അല്ലെങ്കിൽ അവിടെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് നടക്കുന്നുണ്ടാവും. ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ ലാഗായിട്ട് നടക്കാനോ അല്ലെങ്കിൽ നമ്പർ വെരിഫൈ ആവാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. അപ്പം ഗൂഗിൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള ചില റീജിയൻസിൽ മാത്രം ഇത് കുറച്ചുകൂടിയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കാമേഴ്സിൽ നിന്നും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഈ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പർ അവിടെ വെരിഫൈ ആയിട്ട് ബിസിനസ് പ്രൊഫൈലിൽ വന്നിട്ട് കസ്റ്റമേഴ്സിന് കാണാൻ പറ്റുള്ളൂ. ഈ ടെക്നിക് അല്ലെങ്കിൽ ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് കുറച്ച് ലാഗ് ആവുന്നത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 സ്റ്റെപ്പാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ വെരിഫൈ ചെയ്യാനുള്ള ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ബിസിനസ് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞ ശേഷം എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ എഡിറ്റ് പ്രൊഫൈൽ ഓപ്ഷൻ്റെ അകത്ത് നമ്മളെ കോൺടാക്ട് ഇൻഫർമേഷൻ്റെ അവിടെ ഫോൺ നമ്പർ കാണാൻ പറ്റും, അവിടെ ഫോൺ നമ്പർ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമുക്ക് ലേൺ മോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ലേൺ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും. ഇവിടെ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ടു കൺഫേം യുവർ ഫോൺ നമ്പർ സബ്മിറ്റ് ആൻഡ് അപ്പീൽ എന്ന് പറഞ്ഞു വരും. ഈ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഹാവ് യു ഓൾറെഡി സബ്മിറ്റഡ് എ ഫോൺ റിവ്യൂ റിക്വസ്റ്റ് ഫോർ ദിസ് ബിസിനസ് പ്രൊഫൈൽ, ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. നമ്മുടെ പേര് കൊടുക്കാനുണ്ടാവും, മെയിൽ അഡ്രസ്സ് കൊടുക്കാനുണ്ടാവും. താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ പാസ്പോർട്ട് പോലത്തെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും. ഈ ഒരു അപ്പീൽ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വെരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്കിവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ളത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ബിസിനസ് പ്രൊഫൈലിൽ അല്ലെങ്കിൽ ഈ ബിസിനസ് പ്രൊഫൈലിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജസ്റ്റ് ഡയൽ, അതുപോലെ തന്നെ ഇന്ത്യ മാർട്ട്, സുലേഖ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ്, അതായത് നമ്മുടെ സോഷ്യൽ പ്രൊഫൈൽസ്, ഇതിൻ്റെയൊക്കെ ബയോയിലും അല്ലെങ്കിൽ ജസ്റ്റ് ഡയലിലും ഈ സുലേഖയിലും അതുപോലെ തന്നെ ഇന്ത്യ മാർട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും, ലോക്കൽ ലിസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസ് ലിസ്റ്റിംഗ് എന്നൊക്കെ പറയും. സോ നമുക്കിങ്ങനെ ബിസിനസ് ലിസ്റ്റിംഗ് ഇതുപോലെ ജസ്റ്റ് ഡയലൊക്കെ പോയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ നമ്പർ ചോദിക്കുന്നുണ്ടാവും. അവിടെ ഈ ബിസിനസ് ലിസ്റ്റിംഗ് സൈറ്റുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ നോക്കുന്ന കാര്യം എന്താണ്, ഗൂഗിൾ ഈ സൈറ്റുകളൊക്കെ നോക്കുന്നുണ്ടാവും, നമ്മുടെ ഈ ലോക്കൽ ലിസ്റ്റിംഗ് സൈറ്റുകളൊക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കൂടെ നമ്മുടെ ഈ നമ്പർ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് നമ്പറാണോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തത് അത് ആ ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വെരിഫൈ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ളത്. സോ ഈ 2 ടെക്നിക്കും വർക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു 3ാമത്തെ സ്റ്റെപ്പും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ 3ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം, നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ നമുക്ക് സജഷൻ കൊടുക്കാൻ പറ്റും. അതായത് ഗൂഗിളിനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാം, ഇതാണ് ഇവരുടെ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഗൂഗിളിന്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഓഡിയൻസിനെ കൊണ്ട് കയറിയതിന് ശേഷം അല്ലെങ്കിൽ അവർ കയറിയതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് സജസ്റ്റ് ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. സോ പുറത്തൊരാൾ കയറി കഴിഞ്ഞാൽ സജസ്റ്റ് ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഈ സജസ്റ്റ് ആൻഡ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ, പേര് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പർ സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് സജസ്റ്റ് ചെയ്യാം. ആ രീതിയിൽ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അതിൽ ഫോൺ നമ്പർ സജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഓഡിയൻസിനെ കൊണ്ട് ബൾക്കായിട്ട് എന്ത് ചെയ്യാം, ഗൂഗിളിൽ സജഷൻ കൊടുക്കാം. ഇതാണ് ഇവരുടെ ഫോൺ നമ്പർ എന്നുള്ള രീതിയിൽ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുള്ള പുതിയ ഫോൺ നമ്പർ അത് ബിസിനസ് പ്രൊഫൈലിൽ വെരിഫൈ ആയി വരുന്നതാണ്. ഇതുപോലെ യൂസേഴ്സിനെ കൊണ്ട് സജഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനോട് സജഷൻ കൊടുത്തിട്ടും നമുക്ക് ആ പ്രൊഫൈലിൽ നമ്പർ വെരിഫൈ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തത് സബ്മിറ്റ് അപ്പീൽ കൊടുക്കാം. രണ്ടാമത്തത് ഇതേപോലെ നമുക്ക് ഈ ബിസിനസ് ലിസ്റ്റിംഗ് സൈറ്റുകളിൽ നമ്മുടെ നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വെരിഫൈ ചെയ്യിപ്പിക്കാം.
ഇങ്ങനെ ഓഡിയൻസിൽ കൊണ്ട് സജഷൻ കൊടുത്തിട്ട് മൂന്നാമതായിട്ട് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് നമ്മുടെ നമ്പർ വെരിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ 3 സ്റ്റെപ്പുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 3 സ്റ്റെപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ നമ്പർ വെരിഫിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ SEO റിലേറ്റഡ് ആയിട്ടുള്ള GPP റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് CDയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.